മുഴുവൻ ലോകത്തിന്റെയും ശ്രദ്ധ സിറിയയിലേക്ക് പോവുകയാണ്. റഷ്യ ഉക്രൈൻ യുദ്ധത്തിൽ ഒന്നും തന്നെ സംഭവിക്കുന്നില്ല. സത്യത്തിൽ റഷ്യയുടെ ശ്രദ്ധ മുഴുവനും സിറിയയിലേക്ക് തിരിക്കണം. ഉക്രൈന് ആശ്വാസത്തിന്റെ നെടുവീർപ്പ് വിടാനുള്ള ഒരു സമയത്തിനു വേണ്ടി പദ്ധതിയിട്ടിതെല്ലാം ചെയ്തതാണോ? അപ്പോ റഷ്യ ഉക്രൈൻ യുദ്ധത്തിൽ ഇനി ഒന്നും സംഭവിക്കില്ലേ? അല്ലെങ്കിൽ ഈ യുദ്ധം ഇതോടുകൂടി അവസാനിച്ചോ എന്നൊക്കെ പലരും ചിന്തിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഇല്ല, ഇതൊന്നും അവസാനിച്ചിട്ടേ ഇല്ല. ഇതിനുശേഷമാണ് എല്ലാം ആരംഭിക്കാൻ പോകുന്നത് എന്ന രീതിയിൽ റഷ്യ പല സംഭവങ്ങൾ ഇന്നലെ ഒറ്റ ദിവസത്തിൽ ചെയ്തു. റഷ്യയുടെ പൊസിഷൻസിനെ ആക്രമിക്കാൻ ഉക്രൈൻ തയ്യാറാക്കി നിർത്തിയിരുന്ന 5 ATACMS ലോഞ്ചേഴ്സിനെ ഇന്നലെ ഒറ്റ ദിവസത്തിൽ ആക്രമിച്ചു. ഇതിലും മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത, 3 ലക്ഷം സന്നദ്ധ സൈനികർ അവരുടെ പ്രത്യേക സൈനിക നടപടിക്ക് വേണ്ടി ചേരുമെന്നുള്ള വാർത്ത പുറത്തു വന്നു. ഈ യുദ്ധത്തിനു വേണ്ടി മാത്രം വോളണ്ടിയേഴ്സായി ചേരാൻ പോകുന്നുവെന്നുള്ള വാർത്ത റഷ്യയുടെ മിനിസ്ട്രി ഓഫ് ഡിഫൻസ് നൽകിയിട്ടുണ്ട്. ഇവയെല്ലാം ഈ വീഡിയോയിലൂടെ വിശദമായി അറിയാം. റഷ്യ ഉക്രൈൻ യുദ്ധത്തെ ഇപ്പോ ഇത്രത്തോളം ആവേശത്തിലാക്കിയത്, അല്ലെങ്കിൽ ഇവർക്കിടയിൽ ഇത്തരം നൂതനമായ ആയുധങ്ങളെല്ലാം ഉണ്ടെന്ന് പുറം ലോകത്തിന് മനസ്സിലാക്കി കൊടുത്തു തന്നെ ATACMSന്റെ പ്രധാനപ്പെട്ട പ്രവർത്തനമാണ്. കാരണം തുടക്കത്തിൽ ബൈഡൻ ഭരണകൂടത്തിൽ നിന്നും ഉക്രൈന് ഈ ഒരു അംഗീകാരം ലഭിച്ചു. നിങ്ങൾ ആക്രമിക്കുക, ATACMS ഉപയോഗിച്ച് നിങ്ങൾ ആക്രമിക്കുക, നിങ്ങൾക്ക് യാതൊരു നിയന്ത്രണവുമില്ല, റഷ്യയ്ക്കുള്ളിൽ നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും അത് പ്രയോഗിക്കാം, എന്റെ ഗവൺമെന്റ് ഉള്ളപ്പോൾ തന്നെ നിങ്ങൾക്ക് ഞാൻ അതിന്റെ അനുവാദം നൽകുന്നു. എന്നാൽ ഇത് കാരണം അനന്തരഫലങ്ങൾ വന്നു. റഷ്യയ്ക്കും നിങ്ങൾക്കും നടുവിൽ മറ്റെന്തെങ്കിലും പ്രശ്നം വന്നാൽ അതിന് പൂർണ്ണ ഉത്തരവാദിത്വം നിങ്ങൾ തന്നെ ആയിരിക്കണം. ഇതിനെല്ലാം നിങ്ങൾ സമ്മതിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ മിസൈൽ ഉപയോഗിക്കാം, അതിൽ യാതൊരുവിധ പ്രശ്നവും ഇല്ല എന്ന് സ്ഥാനം ഒഴിയുന്നതിന് മുൻപ് തന്നെ ബൈഡൻ ഉക്രൈന് ഈ ഒരു അനുവാദം നൽകി. എന്നാൽ ഇതിനുശേഷം സംഭവിച്ച ഓരോ കാര്യങ്ങളും നമുക്കറിയാം. കാരണം പലപ്പോഴും നമ്മൾ തന്നെ അത് പറഞ്ഞിട്ടുള്ളതാണ്. ഈ മുഴുവൻ ലോകത്തെയും ഒരു ലോകമഹായുദ്ധത്തിലേക്ക് കൊണ്ടുപോകേണ്ട സാഹചര്യമായിരുന്നു അപ്പോഴെല്ലാം ഉണ്ടായത്. പെട്ടെന്ന് റഷ്യ ICBM ലോഞ്ച് ചെയ്യുന്നു. വീണ്ടും ഉക്രൈനുള്ളിൽ നാറ്റോ ട്രൂപ്സ് വന്നു, അവരെ റഷ്യ കൊന്നു. ഇവയെല്ലാം ഈ ലോകത്തുള്ള എല്ലാവരെയും 3ാം ലോക മഹായുദ്ധത്തിന്റെ അടുത്തേക്ക് തന്നെ കൊണ്ടുവന്നു. എന്നാൽ ഭാഗ്യത്തിന് പ്രതീക്ഷിച്ച അത്ര എസ്കലേഷൻസ് ഒന്നും സംഭവിച്ചില്ല. കാരണം റഷ്യ, അമേരിക്ക ഈ 2 രാജ്യങ്ങളും ലോകത്തിലെ കൂടുതൽ ആണവായുധമുള്ള 2 രാജ്യങ്ങളാണ്. അങ്ങനെയുള്ളപ്പോൾ റഷ്യ ഉക്രൈൻ യുദ്ധത്തിൽ ATACMS ഉപയോഗിക്കുന്നതിന് ബൈഡൻ ഗവൺമെന്റ് അനുമതി നൽകിയതായിരുന്നു വലിയൊരു ബ്രേക്ക് ത്രൂ ആയി മാറിയത്. ഇതൊരു ഗെയിം ചേഞ്ചിങ് മൊമെന്റായി പലരും പറഞ്ഞു. പക്ഷേ മറ്റു ചിലർ പറഞ്ഞത് ഇല്ല, ഇതിനകം തന്നെ ഉക്രൈന്റെ വിധി നിർണയിക്കപ്പെട്ടു കഴിഞ്ഞു, ഈ യുദ്ധത്തിൽ ഉക്രൈൻ ജയിക്കേണ്ട സാധ്യതയേ ഇല്ല, ഇനി അവർക്കായിട്ടുള്ള നഷ്ടങ്ങൾ കുറയ്ക്കാൻ മാത്രമേ അവർക്ക് കഴിയുകയുള്ളൂ. ഉക്രൈൻ എത്ര തന്നെ ശ്രമിച്ചാലും നാറ്റോ സൈന്യം ഉക്രൈനുള്ളിൽ കാലുകുത്തുന്നതുവരെ അവർക്ക് നഷ്ടപ്പെട്ട ഭാഗങ്ങൾ അവർക്ക് തിരിച്ചെടുക്കാൻ സാധിക്കില്ല. ഇപ്പോൾ 20% ഉക്രൈൻ പ്രദേശങ്ങൾ റഷ്യൻ നിയന്ത്രണത്തിലാണുള്ളത്, ക്രീമിയയും ചേർത്ത്. അതിൽ 5% പോലും അവരെ കൊണ്ട് തിരികെ എടുക്കാൻ സാധിക്കില്ല. 2035 വരെയും യുദ്ധം നീണ്ടുകൊണ്ടുപോയാൽ പോലും സാധിക്കില്ല. എന്നാൽ അതുവരെയും ഉക്രൈന്റെ പക്കൽ ഒരു ആർമി ഉണ്ടാകുമോ എന്നുള്ളത് പോലും സംശയമാണ്. കാരണം ഫോഴ്സ്ഡ് മൊബിലൈസേഷൻസ് ഉക്രൈനിൽ അധികമായി നടക്കുന്നുണ്ട്. എന്നാൽ മറുവശത്ത് റഷ്യയിൽ സംഭവിക്കുന്നത്, റഷ്യയുടെ മിനിസ്ട്രി ഓഫ് ഡിഫൻസ് 2 ദിവസങ്ങൾക്ക് മുൻപ് ഒരു അറിയിപ്പ് പുറത്തുവിട്ടു. 3 ലക്ഷം വോളണ്ടിയേഴ്സ് സന്നദ്ധരായി വന്ന് ഞങ്ങൾ യുദ്ധത്തിൽ പങ്കെടുക്കാൻ പോവുകയാണെന്ന് പറഞ്ഞു. റഷ്യയുടെ SMO സ്പെഷ്യൽ മിലിറ്ററി ഓപ്പറേഷനിൽ ഞങ്ങൾ റഷ്യയ്ക്ക് വേണ്ടി പോരാടാൻ തയ്യാറാണ് എന്ന് അവരുടെ ഒരു പ്രഖ്യാപനം അവർ നടത്തി. ഇത് എത്രത്തോളം വലിയൊരു കാര്യമാണെന്ന് ശ്രദ്ധിക്കുക. ഇപ്പോ റഷ്യ ഉക്രൈൻ യുദ്ധം ആക്റ്റീവായി നടക്കുന്ന സ്ഥലത്ത് ആക്റ്റീവ് കോമ്പാക്ട് പേഴ്സൺസ്, ലോജിസ്റ്റിക് സപ്ലൈ, അവിടെയുള്ള എല്ലാ നെറ്റ്വർക്കും ചേർത്ത് 10 ലക്ഷത്തിലധികം സൈനികർ ദിവസവും അവിടെ പോരാടുകയാണ്. അപ്പോ ഒറ്റ തവണയായി 3 ലക്ഷം സൈനികസിനെ അവിടെ കൊണ്ട് ഇറക്കുക എന്ന് പറയുമ്പോൾ അത് വലിയൊരു ബ്രേക്ക് ത്രൂ തന്നെയാണ്. ഒരു ഭാഗത്ത് 10 പേർ, മറുഭാഗത്ത് 20 പേർ. ഇങ്ങനെയായിരുന്നു റഷ്യ ഉക്രൈൻ യുദ്ധം തുടക്കത്തിൽ പോയത്. എന്നാൽ ഇപ്പോൾ 2 വർഷത്ത് നോക്കിയാൽ എണ്ണം മുഴുവനായും മാറിയിട്ടുണ്ട്. ഉക്രൈന്റെ പക്കൽ മാൻ പവർ ഉള്ളതിൽ വെച്ച് വളരെ കുറവാണ്. എന്നാൽ റഷ്യയുടെ പക്കൽ ഉക്രൈനുമായി കമ്പയർ ചെയ്യുമ്പോൾ വളരെ അധികമാണ്. റഷ്യയുടെ ആർമി 2022 ഉള്ളതുപോലെ അല്ല ഇപ്പോൾ. അവർക്ക് ഹെവി ലോസസ് ഉണ്ട്. 2023 മുൻപ് വരെയും റഷ്യ ഇപ്പോൾ നഷ്ടപ്പെട്ടതിലും അധികം നഷ്ടപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. എന്നാൽ ഉക്രൈന്റെ മാൻ പവറുമായി കമ്പയർ ചെയ്യുമ്പോൾ റഷ്യയുടെ മാൻ പവർ അധികം തന്നെയാണ്. അപ്പോ വീണ്ടും 3 ലക്ഷം സൈനികരെ ചേർക്കുമ്പോൾ ഉക്രൈന് അതൊരു നല്ല വാർത്തയേ അല്ല. അതുപോലെ തന്നെ മറ്റൊരു ഭാഗത്ത് ഉക്രൈനെ നോക്കിയാൽ ഓരോ ദിവസവും അവിടെ ഫോഴ്സ്ഡ് മൊബിലൈസേഷൻ നടക്കുകയാണ്. വേണ്ട എന്ന് പറയുന്നവരെ പോലും നിർബന്ധിച്ച് സൈന്യത്തിൽ ചേർക്കുന്നു.
18 വയസ്സിന് മുകളിൽ ആരെല്ലാമാണോ ഉള്ളത് അവരെ എല്ലാം ഇതിനുള്ളിൽ ചേർക്കുന്നുണ്ട്. ചിലർക്ക് മനസ്സില്ലാ മനസ്സോടെ പോയി ആത്മഹത്യ ചെയ്ത കഥയൊക്കെ ഉക്രൈനിൽ സംഭവിച്ചിട്ടുണ്ട്. ഓരോരുത്തരുടെ ചരിത്രം എടുത്ത് നോക്കിയാൽ ഉക്രൈനെ സംബന്ധിക്കുന്ന ഒരു ഡോക്യുമെന്ററി തന്നെ എടുക്കാൻ സാധിക്കും. റഷ്യയ്ക്കും അതേ കാര്യം തന്നെയാണ്. റഷ്യയെക്കുറിച്ചുള്ള പല ചരിത്രങ്ങളും ഉണ്ട്. അപ്പൊ ഫോഴ്സ്ഡ് മൊബിലൈസേഷൻ ഉക്രൈനിൽ നടക്കുമ്പോൾ അറിഞ്ഞുകൊണ്ട് മറ്റു മാർഗം ഇല്ലാതെ ഞാൻ യുദ്ധം ചെയ്യാൻ വരുന്നു എന്ന് പറയുന്നവരുടെ എണ്ണം അവിടെ കൂടുന്നുണ്ട്. എന്നാൽ പകരം റഷ്യയ്ക്കുള്ളിൽ നോക്കിയാൽ റഷ്യക്കാർ ഉക്രൈനുള്ളിൽ യുദ്ധം ചെയ്യാൻ പോയാൽ അവർക്ക് നൽകുന്ന ആനുകൂല്യങ്ങൾ അത് വളരെ വലുതാണ്. റഷ്യയുടെ ഭൂമിശാസ്ത്രപരമായ ഒരു അവസ്ഥ നമുക്കറിയാം. ലോകത്തിലെ ഏറ്റവും വലിയ ഭൂപ്രദേശമുള്ള ഒരു രാജ്യം. യുദ്ധത്തിനായി ഒരു ആള് പോവുകയാണ്. ഒരു കുടുംബത്തിൽ നിന്നും ഒരു പുരുഷൻ വോളണ്ടിയറായി യുദ്ധത്തിന് പോവുകയാണെങ്കിൽ അവർക്ക് റഷ്യയിൽ നിന്ന് എന്തെല്ലാം ആനുകൂല്യങ്ങൾ ലഭിക്കുമെന്നറിയണ്ടേ? റഷ്യൻ സർക്കാരിൽ ജോലി. അദ്ദേഹം മരിച്ചാലും ഇല്ലെങ്കിലും ആ യുദ്ധം ചെയ്ത് തിരികെ വന്നാലും സർക്കാർ ജോലി ലഭിക്കുമെന്നുള്ള ഉറപ്പ് നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ മാസാമാസം ശമ്പളം എന്നതിനപ്പുറം കുടുംബത്തിലുള്ള വ്യക്തികൾക്ക് സ്കോളർഷിപ്പ്, അതുമായി ബന്ധപ്പെട്ട മറ്റ് ആനുകൂല്യങ്ങൾ. സർക്കാർ സംബന്ധിക്കുന്ന എന്ത് കാര്യത്തിലും അവർക്കൊരു മുൻഗണന. പോരാത്തതിന് അവരുടെ മക്കളുടെ വിദ്യാഭ്യാസ ചിലവ് നോക്കുക, ഒറ്റയ്ക്ക് അവർക്കായിട്ടുള്ള ഒരു വീട്. ഇങ്ങനെ ഉക്രൈനിൽ ശമ്പളം ഒരു പ്രശ്നം. യുദ്ധം ചെയ്യാൻ മനസ്സില്ലാത്തവരെ പോലെയും യുദ്ധം ചെയ്യാനായി കൊണ്ടുപോകും. എന്നാൽ റഷ്യയ്ക്കുള്ളിൽ ഇത്രത്തോളം ആനുകൂല്യങ്ങൾ അവർക്ക് നൽകുന്നുണ്ട്. അങ്ങനെ അവർക്ക് ആവശ്യമായ സൈനികരെ ഫോഴ്സ്ഡ് മൊബിലൈസേഷൻ ഇല്ലാതെ തന്നെ എടുക്കുന്നുണ്ട്. ഇത് യഥാർത്ഥത്തിൽ നടക്കുന്ന കാര്യമാണ്. ഇത് റഷ്യയെക്കുറിച്ചുള്ള കാര്യങ്ങൾ പ്രചരിപ്പിക്കുകയാണ്, അവർക്ക് ആനുകൂല്യമായി സംസാരിക്കുകയാണ്. അങ്ങനെയൊന്നുമല്ല. യഥാർത്ഥത്തിൽ നടക്കുന്ന സംഭവം പറഞ്ഞതാണ്. റഷ്യയ്ക്ക് വേണ്ടി സന്നദ്ധ പ്രവർത്തകരായി പോരാടുന്നവരുടെ എണ്ണം അവിടെ വർദ്ധിക്കുകയാണ്. കൂടാതെ ഫോറിൻ മേഴ്സണറീസിന്റെ എണ്ണവും അധികമാകുന്നുണ്ട്. ഇപ്പൊ സിറിയയിൽ യുദ്ധം നടക്കുന്നുണ്ട്. ഇതുപോലെ മിഡിൽ ഈസ്റ്റിലെ പല രാജ്യങ്ങളും അറബ് രാജ്യങ്ങളും പട്ടിണിയിലും യുദ്ധത്തിലും വലയുകയാണ്. അവരിൽ സൈനികം സംബന്ധിക്കുന്ന ജോലി ചെയ്തവർ ഉണ്ടായിരുന്നിരിക്കാം. എന്നാൽ അവർക്ക് പോലും ശരിയായ ശമ്പളമില്ല, ജോലിയില്ല. അങ്ങനെയുള്ള ഒരു വ്യക്തിയെ വിളിച്ച് ഞാൻ മാസം നിങ്ങൾക്ക് ഇത്ര ശമ്പളം നൽകാം, നിങ്ങൾ ഒരു റഷ്യൻ പൗരനായി മാറുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിനനുസരിച്ചുള്ള മുൻഗണനയും ആനുകൂല്യങ്ങളും നൽകാം, നിങ്ങളുടെ കുടുംബത്തെ ഞങ്ങളുടെ ഗവൺമെന്റ് നോക്കും, നിങ്ങൾക്ക് എന്താവശ്യമോ അതെല്ലാം നൽകും, എനിക്ക് വേണ്ടി നിങ്ങൾ യുദ്ധം ചെയ്താൽ മാത്രം മതി, ഇത് മാത്രമാണ് ആവശ്യം, നിങ്ങളുടെ ജീവൻ നഷ്ടപ്പെട്ടാൽ പോലും നിങ്ങളുടെ കുടുംബത്തിന് എന്ത് ചെയ്യാൻ സാധിക്കുമോ അതെല്ലാം ചെയ്യും. ഇങ്ങനെ പല ആനുകൂല്യം റഷ്യ നൽകുന്നത് കൊണ്ട് പുറം രാജ്യങ്ങളിൽ നിന്ന് പോലും ഒരുപാട് പേർ വരുന്നുണ്ട് ഒരു കൂലിപ്പടയായി. സത്യത്തിൽ കൂലിപ്പട തന്നെയാണ്. കാശിനു വേണ്ടി ഉക്രൈന് എതിരെ റഷ്യയ്ക്ക് വേണ്ടി യുദ്ധം ചെയ്യുക. അങ്ങനെയുള്ള വ്യക്തികളും റഷ്യയിലേക്ക് വരുന്ന എണ്ണം 18% കൂടിയിട്ടുണ്ട്. 2024 നവംബറിന് മുൻപ് ഉണ്ടായിരുന്നതിലും കൂടുതൽ 18% അധികമായിട്ടുണ്ട്. ഇതും ഉക്രൈനുള്ള ഒരു നല്ല വാർത്തയല്ല. ഇനി മാൻ പവർ ഇങ്ങനെയാണെന്ന് നോക്കിയാൽ അവരുടെ പക്കലുള്ള ടെക്നിക്കൽ എക്യുപ്മെന്റ്സ് എങ്കിലും അവർ മാനേജ് ചെയ്യണം. ഉക്രൈനെ സംബന്ധിച്ച് ഇപ്പോൾ ATACMS ആണ് ഏറ്റവും വലിയ ബ്രേക്ക് ത്രൂ ആയ കാര്യം. റഷ്യ ഒരു പരിധിവരെ ഭയപ്പെടുത്തണം, അല്ലെങ്കിൽ റഷ്യൻ വ്യോമതാവളങ്ങളെ ഭീഷണിയിൽ ആഴ്ത്തണം എന്നുണ്ടെങ്കിൽ അത് ATACMSനെ കൊണ്ട് സാധിക്കും. ഇത് വെറുതെ പറയുന്നതല്ല, സത്യത്തിൽ ഒരു കഴിവുള്ള സംവിധാനം തന്നെയാണത്. ആർമി ടാക്ടിക്കൽ മിസൈൽ സിസ്റ്റം എന്ന് പറയുന്ന ATACMS. അത് വച്ചെങ്കിലും ഉക്രൈൻ എന്തെങ്കിലും ചെയ്യണം. ഇതിനകം അവർ ചെയ്തിട്ടുണ്ട്. കലിനോ എയർബേസിൽ ഒരു ആക്രമണം നടത്താൻ ശ്രമിച്ചു. ക്രീമിയയിൽ വെച്ച് S-400 നശിപ്പിച്ചു. അപ്പോ ATACMSനെ സംബന്ധിച്ച് അത് ചെയ്ത നേട്ടങ്ങൾ, റഷ്യക്കെതിരെ ചെയ്ത കാര്യങ്ങൾ എടുക്കുകയാണെങ്കിൽ ഒരു ലിസ്റ്റ് തന്നെ ഇടാം. അത്രത്തോളം കാര്യങ്ങൾ അത് ചെയ്തിട്ടുണ്ട്. ഇപ്പോ വീണ്ടും അതുപോലൊരു സംഭവം പരീക്ഷിക്കാനായി സിറിയയിൽ റഷ്യ ശ്രദ്ധ കേന്ദ്രീകരിച്ച അതേ സമയത്ത് ഉക്രൈൻ യുദ്ധത്തിൽ അവർ ഇനി ശ്രദ്ധിക്കില്ല. റഷ്യയെ കൊണ്ട് ഇനി ഉക്രൈനിൽ ഒന്നും ചെയ്യാൻ കഴിയില്ല. ഈ സമയം നമ്മൾ പ്രയോജനപ്പെടുത്തി ആക്രമിക്കണം. ഇതാണ് റഷ്യ ആക്രമിക്കാനുള്ള ശരിയായ സമയം എന്ന് ചിന്തിച്ച് ഉക്രൈൻ ഒരു വലിയ സ്റ്റണ്ട് അവിടെ ട്രൈ ചെയ്തു. പക്ഷെ അവർക്ക് തന്നെ അത് തിരിച്ചടിയാവുകയും ചെയ്തു. ക്രീമിയയും ഗലിനോ എയർബേസിനെയും വീണ്ടും ആക്രമിക്കാൻ ഉക്രൈൻ ഒരു വലിയ ശ്രമം നടത്തി. പക്ഷെ 5 ATACMS ലോഞ്ചേഴ്സ് കൂടാതെ അവരുടെ 3 നെപ്റ്റ്യൂൺ ആന്റിഷിപ്പ് മിസൈൽസ്, മൊബൈൽ ലോഞ്ചേഴ്സ്, ഇവയെല്ലാം റഷ്യയുടെ ഇസ്കാന്ദർ മിസൈൽ ആക്രമണത്തിന് ഇരയായി. സൗത്ത് ഈസ്റ്റേൺ സൈഡിൽ പൂർണ്ണമായും നശിച്ചു. ഇതും റഷ്യയുടെ മിനിസ്ട്രി ഓഫ് ഡിഫൻസ് ഔദ്യോഗികമായി കൺഫേം ചെയ്തു. ഇതിനുള്ള സപ്പോർട്ടിംഗ് എവിഡൻസ് ആയി ചില ചിത്രങ്ങൾ കാണിച്ചാലും ഉക്രൈൻ ഇതുവരെയും ഇതൊന്നും അംഗീകരിച്ചില്ല. അപ്പോ ഈ ഒരു സംഭവം നടന്നിരിക്കാനുള്ള സാധ്യതകൾ കൂടുതൽ തന്നെയാണ്. ഇത് നടന്നവസാനിച്ച കാര്യമാണ്, പക്ഷെ ഇതുവരെയും കൺഫർമേഷൻ ലഭിച്ചില്ല. ഇത് സത്യമാണെങ്കിൽ ഒറ്റ ദിവസത്തിൽ ഉക്രൈൻ ഉണ്ടായ ഒരു വലിയ നഷ്ടമായി ഇത് റെക്കോർഡാകും. അപ്പോൾ ഒരു ഭാഗത്ത് റഷ്യയുടെ ശ്രദ്ധയെ സിറിയയിലേക്ക് തിരിപ്പിച്ച് വീണ്ടും ഉക്രൈൻ എന്തെങ്കിലും ചെയ്യാൻ കഴിയും എന്നൊരു ശ്രമം എടുത്തപ്പോൾ അത് ഉക്രൈന് തന്നെ തിരിച്ചടിയായി മാറാൻ തുടങ്ങി. ഇപ്പൊ 2 വിഭാഗങ്ങളിലെയും വാർത്ത നമ്മൾ കണ്ടു. റഷ്യ 3 ലക്ഷം സൈനികരെ റെഡിയാക്കി നിർത്തിയിട്ടുണ്ട്.
എത്രയും പെട്ടെന്ന് അവർ ഉക്രൈൻ ബാറ്റിൽ ഫീൽഡിലെത്തും. 2025 എത്തും. ഇവയെല്ലാം ഒരേ ഒരു പോയിന്റിൽ അവസാനിക്കും. റഷ്യ ഉക്രൈൻ യുദ്ധം എത്രയും പെട്ടെന്ന് അവസാനിക്കാനൊന്നും പോകുന്നില്ല. എന്നാൽ ഈ യുദ്ധം എത്ര പെട്ടെന്നാണോ അവസാനിക്കുന്നത്, അപ്പോൾ മാത്രമേ ഒരു രീതിയിലെങ്കിലും ലോകത്തിന്റെ സാമ്പത്തിക സ്ഥിതി സ്റ്റേബിൾ ആവുകയുള്ളൂ. കൂടാതെ ഭക്ഷണത്തിനായി ആശ്രയിച്ചിരിക്കുന്ന ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിലെ രാജ്യങ്ങൾക്ക് ഒരു സമാധാനം ഉണ്ടാവുകയുള്ളൂ. നമ്മൾ ഒരു രീതിയിലെങ്കിലും സ്റ്റേബിൾ ആണെന്ന് പറയാം. ഭക്ഷണം ലഭിക്കുന്നുണ്ട്, അത് വാങ്ങേണ്ട അവസ്ഥയിലെങ്കിലും ഉണ്ട്. പക്ഷെ എല്ലാവരും സമ്പന്നർ എന്നല്ല പറയുന്നത്. കുറഞ്ഞത് നമ്മുടെ രാജ്യത്തിൽ അത് കിട്ടുന്നു എന്ന ഒരു അവസ്ഥയെങ്കിലും ഉണ്ട്. പക്ഷെ ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിൽ നോക്കിയാൽ അവിടെയുള്ള ജനങ്ങളെല്ലാം ഒരു നേരത്തെ ഭക്ഷണത്തിന് പോലും അത്രയും കഷ്ടപ്പെടുന്നുണ്ട്. അവർക്കുള്ള ഭക്ഷണമെല്ലാം ഉക്രൈനിൽ നിന്നും റഷ്യയിൽ നിന്നുമാണ് പോയിക്കൊണ്ടിരുന്നത്. യൂറോപ്യൻ യൂണിയൻ വഴി ഉക്രൈനിൽ നിന്നും നേരിട്ട് റഷ്യയിൽ നിന്നും ആഫ്രിക്കൻ രാജ്യങ്ങളിലേക്ക് പോവുകയാണ്. എന്നാൽ ഇപ്പോ 60% ഭക്ഷണ വസ്തുക്കളും അവിടെ അവസാനിപ്പിച്ചിട്ടുണ്ട്. കാരണം റഷ്യയുടെ കപ്പലുകൾക്ക് ആരും ഇൻഷുറൻസ് നൽകുന്നില്ല. അതുകൊണ്ട് റഷ്യയുടെ ധാന്യം പുറത്തേക്ക് പോകുന്നില്ല. ഈ റഷ്യ ഉക്രൈൻ യുദ്ധം അവസാനിക്കുകയാണെങ്കിൽ ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിലെ ജനങ്ങൾക്ക് അതൊരു നല്ലൊരു സഹായമായിരിക്കും. ഈ ഒരു വീഡിയോയെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ പറയുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.